പൊടി പൊടിക്കുന്നുണ്ടല്ലോ. പിന്നെ വിതയ്ക്കുന്നത് കൊയ്യൊന്നല്ലേ രായപ്പ? ഞാൻ ഇന്ന് ആശാനെ വീട്ടിലേക്ക് വിളിക്കാൻ വന്നതാ. അത്താഴം ഇന്ന് അവിടെ. പിന്നെ ഞാൻ നല്ല സ്വയംഭം സാധനം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ പോയിക്കളെ? എടി മോളെ ലക്ഷ്മി, ഒരു 2 രൂപ താടി. ഒന്ന് പോ മുത്തിയമ്മേ, നീ ഗുണം പിടിക്കത്തില്ലടി നാശമേ. അറുമുഖ അവിടെ? വൈകുന്നേരം രംഗണ്ണന്റെ പിള്ളേര് വന്ന് വിളിച്ചോണ്ട് പോയതാന്നാ അവന്റെ കെട്ടിയോള് പറഞ്ഞത്. ചാരായ എടുക്കാൻ പോയതായിരിക്കും. അപകടമല്ലേ ബിസിനസ്? പോലീസ് പിടിച്ചാലോ? ഏയ്, രംഗണ്ണന്റെ ആൾക്കാരെ പോലീസ് പിടിച്ചതായി ഇതുവരെ കേട്ടിട്ടില്ല. തിരിച്ചാ സംഭവിക്കാറ്. ഇതെങ്ങനെയാ ഒന്ന് തൊട്ടുകൂട്ടാനില്ലാതെ? ഞാൻ പോയി നല്ല ചൂടുള്ള മുറുക്ക് മേടിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ ഇറങ്ങേ. ഞാനിതാ വന്നു. ഒരു 10 അടി നടക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. പക്ഷേ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഞാനിത് എത്തിപ്പോയി. ലൈറ്റ് അണിക്കട്ടെ? ലൈറ്റ് വരില്ല സർ. പെങ്ങളെ കൂട്ടി കൊടുക്കണ പോരാ. രാത്രി നേരത്ത് ഈ വീട് തേടി വരുന്നവർക്കെല്ലാം ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് കരുതിപ്പോയി. ക്ഷമിക്കണം. എന്തിനിങ്ങനെ മാനം പറ്റി ജീവിക്കുന്നു? അതിനുള്ള മറുപടി ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയരുത്. സകല ദേവടിശകൾക്കുള്ള ആ ന്യായം ഇവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞാൽ? ഇല്ല സർ, ന്യായീകരിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ കുറ്റപ്പെടുത്താൻ ദൈവത്തെ അല്ലാതെ ആരെയും ഞാൻ കാണുന്നുമില്ല. പോവാണോ? അതിനു മുൻപ് എനിക്ക് പറയാനുള്ളൂ ഒന്ന് കേട്ടിട്ട്. വേണ്ട, അദ്ദേഹം പൊയ്ക്കോട്ടെ. ഇല്ല മോനെ, പറഞ്ഞാലേ എന്റെ നെഞ്ചിലെ ഭാരം ഇറങ്ങും. ഈ ഒരു പെങ്ങളെ സ്വന്തം എന്ന് പറയാൻ എനിക്കുള്ളൂ സർ. അവക്ക് ഞാനും. ഇവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ ഉള്ളതെല്ലാം അരിച്ചു കൂട്ടി ഞാൻ ഒരുങ്ങിയിരുന്നു. കണ്ണൻ സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ആരുമില്ലാത്തവൻ. തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് രംഗണ്ണന്റെ ഡ്രൈവറായി ജോലി നോക്കിയായിരുന്നു. ഉഷയ്ക്ക് അവനെ ഇഷ്ടമായി. അവൻ അവളെ നോക്കാൻ പ്രാപ്തിയുണ്ടോയെന്ന് ഞാൻ നോക്കിയുള്ളൂ. ഭാഷയും ജാതിയും ഒന്നും ഞാൻ കാര്യമാക്കിയില്ല. കോളനിയിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ രംഗന്റെ കൺവട്ടത്ത് പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. രംഗൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടായി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആ കുട്ടി നശിച്ചു എന്നാ. ഇവളെയും അവൻ നോട്ടോടുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കണ്ണന് ഞാനിവളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അയാൾ എതിരൊന്നും പറഞ്ഞില്ല. കല്യാണത്തിന് പൊന്നു വാങ്ങാനുള്ള പണം തന്ന് സഹായിച്ചു. വേണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് കയ്യിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇവളും ഞാനും സ്വപ്നം കണ്ടതിലും ഭംഗിയായി കല്യാണം നടന്നു. കണ്ണൻ ഇവളെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നാ ചന്തു? എന്നടാ? അവൻ രംഗൻ എന്റെ പെങ്ങളെ അവൻ പൊന്നു വാങ്ങാൻ അവൻ തന്ന പണം എന്തിനുള്ള വിലയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകാൻ വൈകിപ്പോയി സാറേ. എന്നിട്ട് രംഗനെ പിറ്റേന്ന് വെളുപ്പിന് ഈ ഉമ്മറത്ത് വന്ന് തല തല്ലി കഴിയുന്ന ഇവളെ കണ്ട് സഹിക്കാതായപ്പം ഞാൻ ചെന്നു അവനെ കാണാൻ. അവന്റെ ആളുകൾ തല്ലിച്ചതച്ചൊരു വിഴുപ്പ് പാണ്ഡം പോലെ എന്നെ ഇവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോയി. ഈ പടി കയറി വന്നൊന്ന് നോക്കാൻ, ഞാൻ ചത്തോ ഇല്ലയോ എന്നൊന്ന് അന്വേഷിക്കാൻ ഒരു പട്ടിയും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എനിക്കിത്തിരി കഞ്ഞിവെള്ളം തിളപ്പിച്ച് തരാൻ, മരുന്ന് വാങ്ങാൻ ഇവക്ക് വീണ്ടും ഉടുതുണി ഉരിയേണ്ടി വന്നു സാറേ. എന്റെ ജീവൻ പിടിച്ചു നിർത്താൻ ഇപ്പോ ജീവനുണ്ടെന്നേ ഉള്ളൂ. ഈ ശരീരം കൊണ്ട് പ്രയോജനം ഒന്നുമില്ല. എന്നിട്ട് കണ്ണൻ അയാളെവിടെ? അന്നത്തെ രാത്രിക്ക് ശേഷം ആരും കണ്ടിട്ടില്ല. കുറച്ചുനാള് ദൂരെ ഒരു വട്ടാശുപത്രി കിടന്നിരുന്നെന്ന് കേട്ട് ഞാൻ തിരക്കിയിരുന്നു. അവിടുന്നും പോയെന്നാ അറിഞ്ഞത്. കടം തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിഷമം ഉണ്ടാവൂലേ?
പക്ഷെ എന്ത് ചെയ്യാനാ, നീ ഒന്ന് മനസ്സ് വെക്കാഞ്ഞിട്ടല്ലേ? എന്താ വൈകുന്നേരം വരട്ടെ? വേണ്ട. അതെന്താടി വെച്ച ഇന്ത്യ ഗവൺമെന്റ് അടിക്കുന്ന നോട്ട് തന്നെയല്ലേ ഞാനും തരുന്നത്? ആ പൂക്കാരി തലടയിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന പോലെ വാങ്ങിച്ചതാ. ഇനി ഏതായാലും ഇയാളുടെ കടയിൽ നിന്ന് വാങ്ങിക്കണ്ട. നീ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴേക്കും എന്റെ കച്ചവടം തീരും. നമുക്ക് ഒരുമിച്ച് പോവാം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ തലയിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. മരിച്ചുപോയൊരു പങ്കലുണ്ടായിരുന്നു, അതിന്റെ ഓർമ്മ വരുന്നുണ്ടൊക്കെ പറഞ്ഞു പോവുക. ഇനിയെങ്കിലും നെറിയോടെ ജീവിക്കാൻ നോക്ക്. ലക്ഷ്മി, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ കണ്ടില്ലായിരുന്നു. ഓടി റോഡിലേക്ക് എന്റെ തെറ്റ. കാലെന്താ നടക്കാനാവുന്നില്ലല്ലേ? സാരമില്ല, വീട്ടിലെത്തി ഞാൻ തൈലിട്ട് തടയിക്കോളാം. ഇല്ല, ഈ കാലം കൊണ്ട് നടക്കാനാവില്ല, ഞാൻ കൊണ്ടാക്കാം. വാ. മാർക്കറ്റിൽ നടന്ന കാര്യങ്ങള് മോള് പറഞ്ഞ് ഞാൻ കേട്ടു. ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കാൻ ഞാൻ അവളോട് പറഞ്ഞിരുന്നു, ഒന്ന് കാണാൻ. ആൺകുട്ടികളെ എനിക്ക് ഇഷ്ടാ, ബഹുമാന. എന്തായിരുന്നു അസുഖം? അസുഖം ഒന്നും ഉണ്ടായിരുന്നില്ല മോനെ, നട്ടെല്ല് തല്ലി ചതച്ചതാ. ഞാനൊരു പോലീസുകാരനായിരുന്നു, അറിയാമോ? ഇല്ല. വിശിഷ്ട സേവനത്തിന് ചിലർക്ക് മെഡല് കിട്ടും. എനിക്ക് കിട്ടിയത് ഇതാ, രംഗന്റെ കയ്യിൽ നിന്ന്. അവനെ, ആ തെണ്ടിപ്പട്ടി ആദ്യമായി കയ്യാമം വെച്ച് നിരത്തിലൂടെ നടത്താൻ ധൈര്യം കാണിച്ചത് ഞാനൊരുത്തനാ. അതിന്റെ പക അവൻ വീട്ടി. ഇപ്പോ എന്റെ മോൾക്കൊരു ഭാരമായിട്ട് ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കുക. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം ഇവരുടെ തള്ള മരിച്ചു. ഇപ്പൊ താഴെയുള്ളവർക്കും എനിക്കും ഒരു നേരം ആഹാരം കഴിക്കണമെങ്കിൽ ഇവള് കോഴിക്കോടേം ചുമന്നു പോണം. എന്തിനാ കാപ്പി ഉണ്ടാക്കാൻ പോയത്? ആ കാലും വെച്ച് നടക്കാതെ അവിടെ എവിടെയെങ്കിലും ഇരിക്കേ. സാരില്ല മോനെ, ഞാൻ അങ്ങനെ വിളിക്കുന്നോണ്ട് വിഷമമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാവൂ. രംഗനോട് ഇടയുന്നത് സൂക്ഷിച്ചു വേണം. അവൻ ചതിയനാ, എന്തിനും മടിക്കാത്ത പിശാച. പിന്നി കൂടെ അവൻ ആക്രമിക്കൂ. എന്താടി നീ ഇവിടെ കാലം നീട്ടിയിരിക്കുക? ഇന്നിവിടെ ഒന്നും വെച്ചുണ്ടാക്കുന്നില്ലേ? അവൾക്ക് കാല് വയ്യമ്മേ. എന്താ അവിടെ കാലിന് പുള്ളു കൊണ്ട? സാറെന്താ ഇവിടെ? എന്റെ അമ്മയാ. അറിയാം. ഒരു നുള്ള അരി ഇല്ലല്ലോടി അകത്ത്. ഇത്തിരി കഞ്ഞിവെള്ളം കിട്ടാൻ ഞാൻ വല്ലയിടത്തും പോയി പിച്ച വേണ്ടണ. ലക്ഷ്മി, എന്താ വരുന്നു? സാറ് പോവാന്നോ? ഒരു 5 രൂപ തന്നിട്ട് പോ സാറേ. കൊടുക്കണ്ട, കള്ളച്ചാരം കുടിക്കാനാ. ആണെങ്കിൽ നിനക്കെന്താടി? നിന്റെ അച്ഛന്റെ സമ്പാദ്യത്തിൽ നല്ലല്ലേ ചോദിച്ചത്? സാറ് താ സാറേ. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? അതെന്താ മൊത്തം അങ്ങനെ ചോദിക്കുന്നത്? മുന്നോട്ട് നോക്കിയില്ല എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. എനിക്ക് മാത്രം പ്രത്യേകത ഒന്നുമില്ല. അത് തന്നെ എനിക്കും അറിയണ്ടേ. നിങ്ങൾക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അതെ, ലക്ഷ്മി ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോളാന്ന് വിചാരിക്കണ്ട. ഓ, എന്നാ നേരങ്ങളുണ്ട. നേരെ ചെന്നിത്തിരി എണ്ണ എടുത്ത് അവളുടെ കാല് തിരുമ്മിക്കൊടു. ഓടാ ഓടാ ചേർക്ക. എടീ ലക്ഷ്മിയേ, നീ ചാടിയതോ ചാടി. എന്നാ പിന്നെ 100 രൂപ ചോദിക്കാൻ പാകത്തിന് ചാടണ്ടായിരുന്നോടി. ലക്ഷ്മി, ഇതെന്താ മോനെ? കുറച്ച് അരി സാമാനങ്ങളൊക്കെയാ. വേണ്ടിയിരുന്നില്ല. പിന്നെ വേണ്ടാതെ എന്റെ അടുത്ത് വെച്ചാ ഉച്ചയ്ക്ക് കേട്ടുന്നത്. ഉണ്ണാൻ ഞാനും കൂടെ ഉണ്ടാവും. സന്തോഷായി. നീ ഇവിടെ ഉണ്ടായിരുന്നു? എനിക്കൊന്ന് പറയാനുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചു കിട്ടില്ലെന്നറിയാം. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ. പക്ഷെ ഇങ്ങനെ നശിക്കാന്ന് കേൾക്കുമ്പോ ആര്? ആളുകളുടെ മുമ്പിൽ പിച്ചതണ്ടി കുടിയാത്രേ. എവിടെ സുഖമായിട്ട് ജീവിക്കാന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്താ നീ ആരെ കുറിച്ചാ പറയുന്നേ? കണ്ണൻ ജീവൻ ഒടുക്കിക്കളയേണ്ട സമയത്ത് അത് ചെയ്യാതെ കാത്തിരുന്നത് ഒന്ന് കാണണമെന്നുള്ള മോഹം കൊണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പിലൊന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലെന്നറിയാം. എന്നാലും മനസ്സ് പറയാ, ഏട്ടനൊന്ന് കണ്ടാൽ, ഒന്ന് സംസാരിച്ചാൽ കണ്ണനും മനസ്സിലാവും. രാജപ്പൻ ചേട്ടൻ പോയി കണ്ടിരുന്നു. മുഖമടച്ചാട്ടി. പിഴച്ചുപോയി എന്നെ കുറിച്ച് ഓർത്ത് പ്രയാസപ്പെടുകയല്ല, വെറുക്ക വേണ്ട എന്ന് പറയൂ. ഒക്കെ മറന്നിട്ട് നന്നായി ജീവിക്കാൻ പറയണം. Sir, please give me 1 rupee, sir. Thank you, sir.
அம்மா 1 ரூபா இருந்தா கொடுங்கம்மா, ரொம்ப பசிக்குதுமா. சார் 1 ரூபி சார். போயா, தண்ணி அடிக்கிறது காசு கேட்குறியா? போயா. இல்ல சார், சாப்பாடு சார். போ. என்ன சார் புது ஜோடியா? பொண்ணை பார்த்து கூட்டிட்டு போங்க, எவனா தள்ளிட்டு போயிட போறான். என்னடா சொல்ல பொறுக்கி ராஸ்கல். കള്ളറങ്ങിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയോ? இல்ல, நான் எங்கேயும் வர மாட்டேன். നീ താലി കെട്ടി നിന്റെ പെണ്ണിന്റെ അടുത്തേക്ക് വിളിക്കുന്നത്? இல்ல, என்னால அங்க வர முடியாது. പിന്നെ ഇവിടെ പിച്ച തണ്ടി കുടിക്കാൻ തന്നെ ഞാൻ വിടുകയില്ല. പിന്നെ என்ன செய்ய சொல்றீங்க? നിന്റെ പെണ്ണിനെ കഴിവറടോ മാനം കടത്തിയപ്പോ നീ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അത് തടയാൻ നിനക്ക് കഴിഞ്ഞോ? ഇല്ല. പോട്ടെ, ചങ്കൂറ്റത്തോടെ അവളെ സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞോ? നീ നാട് വിട്ട് ഓടി പോരുന്നില്ലോ. போதும், நிறுத்துங்க. ഇനി நீங்க எதுவும் சொல்ல வேணாம். കണ്ണാ, ഉഷ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ ഒന്ന് കണ്ടത്. നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ? അവൾക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ எனக்கு அவ திருப்பி வேணும். அவளோட எனக்கு ஒரு புது வாழ்க்கை கிடைக்குமா? അവള് പിഴച്ചവണ്ണാണ്. കഴിഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. எனக்கு எதுவும் நினைவில்லை, நினைக்கவும் நான் விரும்பல. ஒரு புது வாழ்க்கை எனக்கு அது போதும். സന്തോഷം നിനക്ക് അല്ലേ? നടക്കില്ല എന്നറിഞ്ഞിട്ടും ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല തിരിച്ചു കിട്ടിയെന്ന്. നീ എന്താടി ഇവിടെ? ഇന്നുമുള്ള കല്യാണമാണ്. നീ എന്ത് സമ്മാനം കൊടുക്കാൻ വന്നേ? ഞാനൊന്നും കൊടുക്കുന്നില്ല. നീ കൊടുക്കില്ല. നീ പിശിക്ക് നമ്പർ 1 അല്ലേ? നിന്റെ കാലം എങ്ങനെയുണ്ട്? അയ്യോ, ഇപ്പോഴും ഉണ്ട് വേദന. ഇപ്പൊ പോയില്ലേ വേന? പോയി. എടീ കള്ള ജാണ്ടൂസേ, നിന്റെ വിദ്യ എനിക്ക് അറിഞ്ഞൂടെ? കുടിച്ചിട്ട് നിക്കാൻ വയ്യ. ഞാൻ കുടിക്കും, കുളിക്കും. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലടി കാന്താരി. മണവാളിനെ കൊണ്ടുവന്നിருக்கு ഒട്ടും കുഴലൊക്കെ വേണമായിരുന്നല്ലേ? കൊട്ടും കുഴലും നിറവറയും നിലവിളക്കും ഒക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ. വലതുകാല് വെച്ച് വീട്ടിലേക്ക്. എനിക്കിന്ന് വേറെ யாரும் ഇല്ല. ചെല്. എന്നാ സന്തോഷായിട്ട് എല്ലാവർക്കും കൂടി ഇത്തിരി ഭക്ഷണം കഴിച്ചാലോ? വയറ് നിറഞ്ഞപ്പോഴാ അവനൊരു ഭക്ഷണം. കണ്ണനെ വിഷയം വിട്. ഒരുപാട് സന്തോഷവും സങ്കടവും അവർക്ക് പറഞ്ഞു തീർക്കാനുണ്ടാവും. അതിന് രാത്രിക്ക് പ്രായം പോരാ. അവരെ തനിച്ചു വിട്. അറുമുഖം, സാർ എനിക്കൊരു തുള്ളികൂടെ വേണം. റെഡി റെഡി. കാന്താരി, നീ പോയില്ലേ? വീട്ടിൽ പോടി. ഈ പറയുന്ന ആൾ ആദ്യം ചെന്നാട്ടെ. നിന്ന് കറങ്ങുന്നുണ്ടല്ലേ? നീ വരണ്ട. ആരാ അത്? நம்ம முத்துதான். முத்து வந்து കൂട്ടിക്കിട്ട് പോടാ. പയ്യൻ നിധിക്ക് കാവലിരിക്കുന്ന ഭൂതത്തിന്റെ മാതിരിയാ. എപ്പ பார்த்தாலும் அந்த பொண்ணு പിന്നാടിയാ. അല്ല, എനിക്ക് തുള്ളി തരാന്നുണ്ട്. இதுக்கு